അപ്പോൾ വെൽക്കം ബാക്ക് ഗോയ്സ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ പോലെ തണ്ടർ ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു API ടെസ്റ്റ് ചെയ്യാമെന്നും ആ ടെസ്റ്റ് കഴിഞ്ഞ് കിട്ടുന്ന റെസ്പോൺസുകളൊക്കെ എന്താണെന്ന് നമ്മൾ ഒരു 2 വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. ഓക്കെ, അത് കണ്ടിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാകുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന തണ്ടർ ക്ലയൻറ്റിലും HTTP സ്റ്റാറ്റസ് കോഡ്സിലും നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡാണ് API എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ API എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും REST API അല്ലെങ്കിൽ API എന്താണ് മെയിൻലി അതിൻ്റെ യൂസേജ് എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങളൊരു റിയാക്റ്റ് അല്ലെങ്കിൽ റിയാക്റ്റ് എക്സ്പ്രസ്, ജാങ്കോ അല്ലെങ്കിൽ പൈത്തൺ ഏതെങ്കിലും ഒരു വെബ് ടെക്നോളജി പഠിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിലും API എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒക്കെ ഒരു സാധാരണ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ API എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് അതിനൊരു ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ 2 സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ 2 ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ കമ്പോണൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ആണ് ഈ API എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് തന്നെ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു പ്രോജക്റ്റ് തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് എടുത്തതും അല്ലെങ്കിൽ നമ്മളെ ഡാറ്റാ ബേസിലേക്ക് ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തപ്പോൾ അത് നമ്മൾ കാണിച്ചു തന്നതും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ API ആ ഒരു ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഈ ഒരു പേജിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പേജ് ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പേജിൽ നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ റിയാക്റ്റിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേജാണ്. ഓക്കെ, ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ ഒരു ഫെച്ച് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമുക്കത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം മെയിനായിട്ടും ഈ ഒരു ഇതിപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ബാക്കിൻ്റെ റൺ ചെയ്യാം, പിന്നെ ഫ്രണ്ട് എൻഡും റൺ ചെയ്യാം. ഓക്കെ, npm സ്റ്റാർട്ട് കൊടുത്താൽ ഫ്രണ്ട് എൻഡ് റൺ ആവും. ബാക്ക് എൻഡ് കൊടുത്താൽ നോഡ് server.js. അപ്പോൾ നമുക്ക് ബാക്ക് എൻഡും PostgreSQLും ഒക്കെ കണക്റ്റഡ് ആയെന്ന് നമുക്കിവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തതെന്ന് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലോഗിൻ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ലോഗിൻ ചെയ്ത ഈ ഒരു പേജിൽ, അതായത് ഈ ഒരു യൂസറിനെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫെച്ചിങ് സ്റ്റുഡൻസ് എന്ന് കാണിച്ചു. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയൊക്കെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കേണ്ടത്. നമ്മൾ ഇന്നലെ ഒരു സ്റ്റുഡൻറ്റിനെ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒറ്റ സ്റ്റുഡൻറ്റിൻ്റെ ഇത് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഇവിടെ ഫെച്ച് ചെയ്ത് എടുക്കുന്നതും ഇതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്ന ഒരു കാര്യമാണ് API എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഫ്രണ്ട് എൻഡിൽ ഈ പറയുന്ന ഈ ഒരു ആക്സിയോസ് എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ്
ബാക്ക് എൻഡിൽ നിന്നോ അല്ലെങ്കിൽ സെർവറിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻഡിൽ ഷോ ചെയ്യണമെങ്കിൽ അത് അവിടുന്ന് നമ്മൾ ആദ്യം വാങ്ങിക്കണം. നമ്മൾ നമ്മുടെ ഡാറ്റാബേസിലോട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബാക്ക് എൻഡിൽ ഹാർഡ് കോഡ് ചെയ്തിട്ടേക്കുന്ന സാധനമല്ല. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മുടെ ഡാറ്റാബേസിൽ ഈ സംഭവം ഒക്കെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോഴോ നമ്മൾ ആ കൊടുത്തേക്കുന്ന API എൻഡ് പോയിന്റ്സിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ടേബിളിലോട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു axios.get എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു എൻഡ് പോയിന്റ്സിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേണം. പക്ഷെ അതിന് നമ്മളൊരു ഹെഡർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഒതൻറ്റിക്കേഷൻ ടോക്കൺ, അതായത് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ടാണെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പം ഈ ഒരു നമുക്കിപ്പോൾ നമ്മുടെ ഈ ബാക്ക് എൻഡിൽ നമ്മുടെ ഈ ഫ്രണ്ട് എൻഡിൽ ബാക്ക് എൻഡിൽ നിന്നുള്ള ഈ ഒരു ഡാറ്റ നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് വഴി സെർവറിൽ നിന്നെടുത്ത് കാണിക്കണം. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഈ റിയാക്റ്റിൻ്റെ ഈ ഒരു ഫ്രണ്ട് എൻഡ്. ഈ ഫ്രണ്ട് എൻഡ് റിയാക്റ്റ് ആണ് നമ്മൾ പറയുന്ന ക്ലയൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിയാക്റ്റ് അയക്കുന്ന ഈ ഒരു HTTP റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഈ റിക്വസ്റ്റ് നമുക്ക് ബാക്ക് എൻഡിൽ റൺ ആയിട്ട് ആ ഡാറ്റാബേസിൽ നിന്ന് നമുക്കത് എടുത്ത് തരുകയും വേണം. ഓക്കെ, ഈ axios.get എന്ന് പറയുന്ന ഈ ഒരു HTTP റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം API/students എന്ന റെസ്പോൺസിലേക്ക് ആ ഒരു റിസോഴ്സിലെ ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന നമ്മുടെ ഡാറ്റാബേസിലുള്ള ഈ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സിലെ ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാതെയോ സ്പീഡായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസോഴ്സിലെ ഡാറ്റ ഇപ്പോൾ നമുക്ക് അവിടെ കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് ഉപയോഗിക്കും. ഗെറ്റ് എന്ന് പറയുന്ന അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ നമ്മളിപ്പം ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ആ ഡാറ്റ അവിടുന്ന് ഡാറ്റാബേസിൽ നിന്ന് എടുത്ത് തരണം എന്നുള്ള റിക്വസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഹെഡർ എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ API എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മൾ പ്രൊട്ടക്റ്റഡ് റൂട്ടും പ്രൈവറ്റ് റൂട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് ഇങ്ങനെ വരുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ API ഒരു പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് റിക്വസ്റ്റിനൊപ്പം ആ ഒരു യൂസറിൻ്റെ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ടോക്കണും കൂടി അയക്കണം. അതായത് നമ്മൾ പറഞ്ഞത് ഒരു യൂസർ ലോഗിൻ ചെയ്താൽ ആ യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ യൂസർ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് മാത്രമാണ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ഹെഡർ എന്ന് വെച്ചാൽ ആ ഒരു ടോക്കൺ ഇന്നലെ നമ്മളെ തണ്ടർ ലൈനിൽ കാണിച്ച പോലെ ഈ ഒരു XOAuth ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു കീ വാല്യൂ നമ്മൾ അവിടുന്ന് അവിടെ അങ്ങോട്ട് അത് ഈ റിക്വസ്റ്റിനൊപ്പം അയക്കുന്നതാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഡാറ്റ കറക്റ്റായിട്ട് ആ ഒരാൾ ആഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചെടുത്ത് തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ ഇങ്ങനെ നമ്മൾ അയക്കുന്ന ഒരു സാഹചര്യത്തിൽ സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു API/students എന്ന് പറയുന്ന ഈ ഒരു എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റ് സ്റ്റുഡൻറ്റ് റൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇതിലേക്ക് ഇതിലേക്കാണ് ഈ ഒരു എൻഡ് പോയിന്റ്സ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്റ്റ് അയച്ച ആ ഒരു API/students എന്ന് പറയുന്ന ആ ഒരു URL-ലേക്ക് റിക്വസ്റ്റ് അയച്ചപ്പോൾ എക്സ്പ്രസ് ഈ ഒരു റൂട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ബാക്കെൻഡ് നമുക്ക് ഈ ഒരു റൂട്ട് അവിടെ റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നൈസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഡാറ്റാബേസിലോട്ട് അത് അയക്കണോ വേണ്ടോ, അല്ലെങ്കിൽ അത് അയച്ച് തിരിച്ചു തരത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെർവറിൻ്റെ ആ ഒരു സംഭവം, സെർവറിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മളെ ഈ
റൂട്ട്സിനകത്ത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫയലുണ്ട്. ഈ ഫയലിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഈ റൂട്ടർ ഡോട്ട് ഗെറ്റ് സ്ലാഷ് ഈ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു റിക്വസ്റ്റും റെസ്പോൺസും നമുക്ക് ഇവിടുന്ന് അത് കൊടുക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ബാക്ക് എൻഡിൽ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിതുപോലെ ഈ ഒരു PostgreSQL നമുക്ക് ഈ ഡാറ്റയൊക്കെ ഈ ഡാറ്റയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഇന്ന ഡാറ്റാസൊക്കെ നമുക്ക് വേണം എന്ന് നമ്മൾ SQL ക്വറി വഴി PostgreSQLനോട് പറയുകയാണ്, എനിക്ക് ഈ ഡാറ്റയൊക്കെ വേണം. അതായത് ആ ഒരു യൂസറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡാറ്റാസും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള യൂസറിൻ്റെ ഈ ഒരു ഡാറ്റാസൊക്കെ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു SQLൻ്റെ ഡാറ്റാബേസിൻ്റെ ഒരു വർക്കിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂൾ ഡോട്ട് ക്വറി എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അത് SQL ക്വറിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കും. സെലക്ട് അല്ലേ, ഇതിനകത്തുനിന്ന് ഇതിനകത്ത് ഏതൊക്കെയാണ് വേണ്ടത്, അതായത് ആ ഒരു ഡാറ്റാബേസിലുള്ള എല്ലാ കോളം ഹെഡിങ്സും നമുക്ക് ഫ്രം സ്റ്റുഡൻസ് ഉണ്ടോ, ഈ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഏതാ യൂസർ ID ആ ഒരു ID ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ID വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ഡാറ്റാസൊക്കെ വേണമെന്നാണ് നമ്മൾ ഇതിനോട് പറയുന്നത്, PostgreSQLനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം ഡാറ്റാബേസിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ് ഈ ഒരു PostgreSQLിലേക്ക് ഈ SQL ക്വറി വഴി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു PostgreSQL മാച്ചിങ് സ്റ്റുഡൻസിനെ കണ്ടെത്തിയിട്ട് ആ ഒരു ഡാറ്റ എടുത്ത് എക്സ്പ്രസ്സിന് റിട്ടേൺ ആയിട്ട് റിസൾട്ടായിട്ട് അയച്ചു കൊടുക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിങ്. അപ്പോൾ ആ ഒരു PostgreSQL മാച്ചിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഫെച്ച് ചെയ്തെടുത്ത് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് എക്സ്പ്രസ്സിന് റിസൾട്ടായിട്ട് തരും. എന്നിട്ട് ഈ ഒരു ബാക്കെൻഡിൽ തന്നെ വന്ന് നിൽക്കുക. എന്നിട്ട് ബാക്കെൻഡിൽ നിന്ന് നമുക്ക് വീണ്ടും അത് ഫ്രണ്ട് എൻഡിൽ കാണിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പേ ആ ഒരു axios.get എന്ന് പറയുന്ന ആ ഒരു API നമ്മൾ ആ ഒരു സംഭവം റെസ്പോൺസ് നമ്മൾ ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡാറ്റ JSON റെസ്പോൺസ് ആയിട്ടാണ് റിയാക്റ്റിലേക്ക് അയക്കുന്നത്. അതായത് ഒരു JSON റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ നെയിമും ആ ഒരു ഇതൊക്കെ കൊടുത്തില്ലായിരുന്നോ, ഇതാണ് ഒരു JSON എന്ന് പറയുന്നത്. ഒരു ഡാറ്റ, അതായത് ഒരു കീ അല്ലെങ്കിൽ ഒരു കീ വാല്യൂ എന്നുള്ള ഒരു രീതിയിലാണ് JSON നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഡാറ്റാബേസിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഡാറ്റ JSON റെസ്പോൺസ് ആക്കി കൺവേർട്ട് ആക്കല്ല, JSON റെസ്പോൺസ് ആയിട്ട് തന്നെ, അതായത് JSON എന്ന് വെച്ചാൽ ഒരു റീഡബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫോർമാറ്റാണ് JSON എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു JSON റെസ്പോൺസ് ആക്കിയിട്ട് ഈ റിയാക്റ്റിലേക്ക് അയക്കും. അതായത് ഈ ബാക്കെൻഡ് JSON റെസ്പോൺസ് ആക്കിയിട്ട് റിയാക്റ്റിലേക്ക് അയക്കുന്നു. ആ ഡാറ്റയാണ് നമുക്ക് അവിടെ ഫെച്ച് ചെയ്തെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വിസിബിളായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വിസാർഡിൻ്റെയും അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു APIയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു വർക്കിങ്ങും API എന്താണെന്നും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു API എന്താണെന്ന് ഇനി അങ്ങനെ ഇപ്പോൾ REST APIയും അത് തന്നെ സെയിം ആണ്. പക്ഷേ REST API എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നാണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു തരുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്ന ഒരു രീതിയിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് ആ ഒരു സെക്ഷൻ ഒന്നും കൂടെ കാണുമ്പോൾ അത് ഉറപ്പായിട്ട് മനസ്സിലാവും. കാരണം പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞു തരുമ്പോഴേക്കും അത് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ REST API എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള ആ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ളൊരു രീതിയാണ് ഈ പറയുന്ന REST API എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സ്പ്രസ് റിക്വസ്റ്റ് റിസീവ് ചെയ്ത്
ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രേ എസ് ക്യു എൽ എവിടെ നിന്നാണോ ആ ഡാറ്റാബേസിൽ നിന്ന് സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂസേഴ്സ് ആണെങ്കിൽ യൂസേഴ്സ് അങ്ങനെയുള്ള ഡാറ്റാസ് എടുത്ത് JSON ആയിട്ട് റിട്ടേൺ ചെയ്യും. അതാണ് ഈ പറയുന്ന റെസ്റ്റ് APIയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി. ഓക്കെ, അപ്പോൾ റെസ്റ്റ് APIയിൽ നമുക്ക് റിസോഴ്സസ് സാധാരണ എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ API സ്റ്റുഡൻസ്, ഓക്കെ, ഈ പറഞ്ഞ API സ്റ്റുഡൻസ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു എൻഡ് പോയിൻറ്റ്, ഇതാണ് ഈ ഒരു റിസോഴ്സാണ് സാധാരണ എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് API സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ API യൂസേഴ്സ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഏത് രീതിയിലാണോ നമ്മളത് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു രീതിയിൽ ആ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോ API എൻഡ് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുവഴി നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതെല്ലാം. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ബിഗിനർ ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ആ ഒരു രീതി നമുക്ക് വരും പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡാറ്റ ഫെച്ചിങ്ങും API യൂസേജും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഗെറ്റ് പോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ റിക്വസ്റ്റുകൾ, ഓക്കെ, ഈ പറയുന്ന പോലെ ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റ് ഈ ഒരു മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിനായിട്ടും എപ്പോഴും യൂസ് ആവാൻ ചാൻസ് ഉള്ള ആ ഒരു എന്താ പറയുക മെത്തേഡ്സ് ഉണ്ടല്ലോ. റിക്വസ്റ്റ് ആണെങ്കിലും ആ ഒരു മെത്തേഡുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ ഏറെക്കുറെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിനകത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയും. ആരും നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിലൊക്കെ അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന പോലെ ഗെറ്റ് പോസ്റ്റ് ഡിലീറ്റ് ലൂപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു മെത്തേഡുകളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയും വരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓക്കെ, ബൈ.